ഒരു പാൽ പാക്കറ്റ് വാങ്ങിയാൽ പോലും അതിൻ്റെ കണക്ക് പറയണം. വീട്ടിൽ നിന്ന് ആരെങ്കിലും ഫോൺ ചെയ്താൽ മുഖം കടന്നല് കുത്തിയതുപോലെ ഉണ്ടാവും. എപ്പോൾ എഴുന്നേൽക്കണം, വീട്ടിലെന്ത് ഫുഡ് വെക്കണം, ഏത് ഡ്രസ്സ് ഇടണം, എന്തിന് അയൽപ്പക്കത്തുള്ളവരോട് സംസാരിക്കാൻ പോലും പെർമിഷൻ വേണം. ചെറിയൊരു വഴക്കുണ്ടായാൽ പോലും പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി കൊണ്ടുവരും. നീ അന്ന് അങ്ങനെ പറഞ്ഞില്ലേ, നിൻ്റെ വീട്ടുകാർ ഇങ്ങനെ പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞ്. ഇതൊന്നും പോരാഞ്ഞിട്ട് കുറേ നിയമങ്ങളും. എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെയൊക്കെ നടക്കാൻ പറ്റൂ, എൻ്റെ അച്ഛനമ്മോടും ഇങ്ങനെ സംസാരിക്കാവൂ, എൻ്റെ വീട്ടുകാർ പറയണതാണ് ശരി. ഇനി ഈ നിയമങ്ങാനും തെറ്റിച്ചാൽ പണിഷ്മെൻ്റ് ഉറപ്പാണ്. അടിയിടിയൊന്നല്ല, മിണ്ടാതിരിക്കുക, മുഖം കറുപ്പിച്ച് പിടിക്കുക, ഒരു കാര്യമില്ലാണ്ട് ദേഷ്യപ്പെടുക, മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് കളിയാക്കുക. ഇനി ഇതൊന്നും അല്ലെങ്കിൽ എടുത്തു പ്രയോഗിക്കുന്നത് വാളിനേക്കാൾ മൂർച്ചയുള്ള വാക്കായിരിക്കും. നിനക്ക് ബുദ്ധിയില്ല, വിവരമില്ല, ബോധമില്ല, അതിങ്ങനെ നീണ്ടുപോകും. എന്തായാലും ഇതിലേതെങ്കിലും ഒരു ശിക്ഷ ഉറപ്പാ. ശരിക്കും ഇത് കയറി ചെന്ന വീടാണോ അതോ ജയിലാണോ? മനോഹരമായ ദാമ്പത്യം കാലക്രമേണ പല സ്ത്രീകൾക്കും ജയിലായി മാറുന്നു എന്നുള്ളത് നിഷേധിക്കാൻ കഴിയാത്ത നഗ്നമായ സത്യമാണ്. വിവാഹമെന്ന് കേൾക്കുമ്പോൾ ഓരോ പെൺകുട്ടിയുടെയും മനസ്സിലേക്ക് ഓടി വരുന്നത് നിറമുള്ള സ്വപ്നങ്ങളും സ്നേഹപ്രകടനങ്ങളും ഒക്കെയായിരിക്കും. മനോഹരമായ സിനിമ പോലെയാണ് ജീവിതം എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. സ്നേഹത്തോടെ കൈപിടിച്ച് കയറി വന്ന വീട് ശ്വാസം മുട്ടിക്കുന്ന ഒരിടമായി ചിലർക്കെങ്കിലും മാറിയിട്ടില്ലേ? രാജ്ഞിയെപ്പോലെ ജീവിക്കേണ്ട സ്ഥാനത്ത് ഒരു തടവുകാരിയെപ്പോലെ ഓരോ ചുവടിനും അനുവാദം കാത്തു നിൽക്കേണ്ട അവസ്ഥ വന്നിട്ടില്ലേ? പങ്കാളിയായി വന്നയാൾ എപ്പോഴാണ് അധികാരിയായി മാറിയത്? തുടക്കത്തിലെ സ്നേഹപ്രകടനങ്ങളും വാഗ്ദാനങ്ങളും എവിടെയാണ് കൈമോശം വന്നത്? ദാമ്പത്യത്തിൽ പുരുഷന്മാരിങ്ങനെ അധികാരം കാണിക്കുന്നതിൻ്റെ കാരണം വളർത്തലിൽ സംഭവിച്ചിട്ടുള്ള പാളിച്ചകളാണ്. അധികാരം കാണിക്കുന്നതാണ് പൗരുഷം എന്നൊരു തെറ്റായ ധാരണ ചെറുപ്പം മുതലേ ആൺകുട്ടികളിൽ അടിച്ചേൽപ്പിക്കും. നീയാണ് വീട് നോക്കേണ്ടവൻ, വീടിൻ്റെ നെടുന്തൂൺ, സമ്പാദിക്കേണ്ടവൻ, കരയാൻ പാടില്ല, വിട്ടുവീഴ്ച ചെയ്യുന്നത് ബലഹീനതയാണ്. ഇതൊക്കെയാണ് ഓരോ ആൺകുട്ടിയും ചെറുപ്പം മുതലേ കണ്ടും കേട്ടും വളരുന്നത്. ഇതേ സ്ഥാനത്ത് ഒരു പെൺകുട്ടിയെ വളർത്തുന്നത് അനുസരണയുള്ളവളായിരിക്കണം, അടക്കവും ഒതുക്കവും വേണം, എതിർത്ത് സംസാരിക്കരുത്, ഉച്ചത്തിൽ ചിരിക്കരുത്, എന്ത് തന്നെ സംഭവിച്ചാലും ജീവിതത്തിൽ അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞായിരിക്കും. സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനോ ഒരു തെറ്റ് കണ്ടാൽ ആ തെറ്റിനെ ചോദ്യം ചെയ്യാനോ ഉള്ള ആത്മവിശ്വാസമില്ലാത്തവരായിട്ടാണ് ഓരോ പെൺകുട്ടികളും വളരുന്നത്. ഇങ്ങനെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വളർന്നവർ തമ്മിൽ ഒന്നിക്കുമ്പോഴാണ് ഒരാൾ യജമാനനും മറ്റേയാൾ അടിമയും ആയി മാറുന്നത്. പെണ്ണെന്നാൽ ഭരിക്കാനുള്ളവളല്ല, ബഹുമാനിക്കാനുള്ളവളാണ് എന്ന് പഠിപ്പിക്കാത്തതാണ് നമ്മുടെ വളർത്തലിലെ ഏറ്റവും വലിയ അപാകത. ഒരാൺകുട്ടിയെ വളർത്തുമ്പോൾ അവന് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഏറ്റവും വലിയ പാഠം സ്ത്രീകളെ ബഹുമാനിക്കുക എന്നതാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ അവനെ പഠിപ്പിക്കുന്നത് ഭരിക്കാനാണ്. വീടിനുള്ളിലെ ഓരോ കാര്യങ്ങളും തീരുമാനിക്കാനുള്ള അധികാരം ആണിനാണെന്നും പെണ്ണ് അത് അനുസരിക്കാനുള്ളവളാണെന്നും കണ്ടാണ് അവൻ വളരുന്നത്. അമ്മയും പെങ്ങളും വീടിനുള്ളിലെ പുരുഷന്മാരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നത് കാണുമ്പോൾ നാളെ തൻ്റെ ജീവിതത്തിലേക്ക് കയറി വരുന്നവളും അങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് സ്വാഭാവികമായും അവൻ വിശ്വസിക്കും. അവളും നിന്നെപ്പോലെയാണ്, അവൾക്കും സ്വന്തമായ ചിന്തകളുണ്ട്, അവളുടേതായ ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്, അവൾക്കും അവകാശങ്ങളുണ്ട് എന്ന് ഒരാൺകുട്ടിക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ല. ഒരു പെണ്ണിൻ്റെ ഇഷ്ടങ്ങളെയും അവളുടെ തീരുമാനങ്ങളെയും ബഹുമാനിക്കാൻ കഴിയാത്ത ഒരാൾക്ക് ഒരിക്കലും ഒരു നല്ല പങ്കാളിയാകാൻ കഴിയില്ല. സ്നേഹം നൽകുന്നതിനേക്കാൾ പ്രധാനം ബഹുമാനം നൽകുന്നതാണെന്ന് നമ്മുടെ ആൺകുട്ടികൾ തിരിച്ചറിയണം. ആ ഒരു പാഠം ആൺകുട്ടികൾക്ക് നമ്മൾ നൽകിയിരുന്നെങ്കിൽ ഇന്ന് പല വീടുകളും തടവറകളായി മാറില്ലായിരുന്നു. ഓരോ പെൺകുട്ടിയും പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത് എനിക്ക് വേണ്ടി ഒരാൾ, എൻ്റെ സങ്കടങ്ങൾ കേൾക്കാൻ ഒരാൾ, ജീവിതകാലം മുഴുവൻ കൂടെയുണ്ടാകാൻ ഒരാൾ എന്നിങ്ങനെയുള്ള പ്രതീക്ഷകളോടെയാണ്. തൻ്റെ ഇഷ്ടങ്ങളും സ്വകാര്യതയും തീരുമാനങ്ങളും പൂർണ്ണമായും പങ്കാളിക്ക് സമർപ്പിക്കുമ്പോൾ പല പുരുഷന്മാരും
അതവളുടെ ബലഹീനതയായി തെറ്റിദ്ധരിച്ചു. ഞാനില്ലാതെ ഇവൾക്ക് പറ്റില്ല എന്നൊരു തോന്നൽ പങ്കാളിയിലുണ്ടാവുമ്പോൾ അവിടെ സ്നേഹത്തിന് പകരം അധികാരവും നിയന്ത്രണവും കടന്നു വരും. സ്നേഹത്തോടെ താൻ നൽകിയ സമർപ്പണം അടിമത്തമായി മാറി എന്ന് അവൾ തിരിച്ചറിയുമ്പോഴേക്കും പുറത്തു കടക്കാൻ കഴിയാത്ത വിധം അവൾ ആ തടവറയിൽ അകപ്പെട്ടിരിക്കും. പല വീടുകളിലും താനാണ് പണം സമ്പാദിക്കുന്നത്, തൻ്റെ പണം കൊണ്ടാണ് ഈ വീട് കഴിഞ്ഞു പോകുന്നത് എന്ന ചിന്ത വരുമ്പോൾ പുരുഷൻ്റെ ഉള്ളിൽ താൻ ഒരു യജമാനനാണ് എന്നൊരു ഭാവം അറിയാതെ കടന്നു വരും. പണം സമ്പാദിക്കുന്നവന് നിയമം നിർമ്മിക്കാനും അധികാരം പ്രയോഗിക്കാനുള്ള അവകാശമുണ്ടെന്ന് അയാൾ കരുതും. വിധിയെ പഴിച്ചും വിട്ടുകൊടുത്താലേ കുടുംബം നിലനിൽക്കൂ എന്ന് കരുതി പല സ്ത്രീകളും നിശബ്ദമായി ഇത് അംഗീകരിച്ചു കൊടുക്കുമ്പോൾ പുരുഷന്മാർ തൻ്റെ അധികാരം കൂടുതൽ ശക്തിപ്പെടുത്തും. ചോദ്യം ചെയ്യാതെ നിങ്ങൾ തലകുനിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ പങ്കാളി ഉറപ്പിക്കും താനാണ് ശരി എന്ന്. നിങ്ങൾ കാണിക്കുന്ന അമിതമായ സഹനമാണ് പലപ്പോഴും പങ്കാളിയെ സ്വേച്ഛാധിപതിയാക്കി മാറ്റുന്നത്. നിങ്ങളെ സ്വന്തം കാലിൽ നിൽക്കാൻ അനുവദിക്കാതെ എന്തിനും ഏതിനും അയാളെ ആശ്രയിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുമ്പോൾ അവിടെ ഇല്ലാതാകുന്നത് നിങ്ങളുടെ വ്യക്തിത്വമാണ്. ബഹുമാനമില്ലാത്ത സ്നേഹം വെറും നിയന്ത്രണം മാത്രമാണ്. ഈ സാരി ഉടുക്കണ്ട, കൂട്ടുകാരോട് സംസാരിക്കണ്ട, നിന്റെ വീട്ടിലേക്ക് അധികം പോകണ്ട എന്നിങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് എന്നായിരിക്കും നിങ്ങൾ ആദ്യം കരുതുക. തുടക്കത്തിൽ കാണിക്കുന്ന നിയന്ത്രണങ്ങൾ ഒരു വലിയ അധികാരത്തിൻ്റെ തുടക്കമാണ് എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഇത്രയധികം ശ്വാസം മുട്ടിച്ചിട്ടും ഇങ്ങനെയൊരു ബന്ധത്തിൽ സ്ത്രീകൾ തുടരുന്നതിൻ്റെ കാരണം നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന ചില ന്യായീകരണങ്ങളാണ്. എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അദ്ദേഹത്തിന് ദേഷ്യം വരുമ്പോൾ പറയുന്നതാണ് കുട്ടികൾക്ക് അച്ഛനില്ലാതാവരുത്, അദ്ദേഹത്തിന് ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട്. ഇങ്ങനെ നമ്മൾ നമ്മളെ തന്നെ വിശ്വസിപ്പിക്കും. നാട്ടുകാരെന്ത് വിചാരിക്കും, ബന്ധുക്കൾ എന്തു പറയും എന്നിങ്ങനെയുള്ള ചിന്തകൾ ആത്മാഭിമാനത്തേക്കാൾ വലുതായി മാറും. ഒരു തെറ്റായ കാര്യത്തെ സഹനം എന്ന് വിളിച്ച് മഹത്വവൽക്കരിക്കുമ്പോഴാണ് സ്വയം പൂട്ടിയ തടവറയിലെ സ്ഥിരതാമസക്കാരായി നമ്മൾ മാറുന്നത്. ഒരു ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ രണ്ടുപേരും തുല്യരായിരിക്കണം. ഒരാൾ തീരുമാനമെടുക്കുകയും മറ്റൊരാൾ അത് അനുസരിക്കുകയും ചെയ്യുമ്പോൾ അവിടെ സ്നേഹത്തിന് പകരം ആധിപത്യമാണ് സംഭവിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കോ അഭിപ്രായങ്ങൾക്കോ വിലയില്ലാത്ത മറ്റൊരാളുടെ അനുവാദത്തിന് വേണ്ടി മാത്രം ജീവിക്കേണ്ടി വരുന്ന ഒരിടത്തെ ഒരിക്കലും വീട് എന്ന് വിളിക്കാനാവില്ല. അവിടെ നിങ്ങൾ പങ്കാളിയല്ല, നിശബ്ദയാക്കപ്പെട്ട ഒരു തടവുകാരിയാണ്. ആദരവും തുല്യതയും ഇല്ലാത്ത സ്നേഹം വെറും അധികാരം മാത്രമാണ്. ഈ ഒരവസ്ഥയ്ക്ക് മാറ്റം വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ മാറണം. പലപ്പോഴും ഒരു മോശം സാഹചര്യത്തിൽ നിന്ന് നമ്മളെ പുറത്തു കടക്കാൻ അനുവദിക്കാത്തത് നമ്മുടെ ഉള്ളിലെ ഭയമാണ്. ഞാൻ പ്രതികരിച്ചാൽ എന്ത് സംഭവിക്കും? എൻ്റെ കുടുംബം തകരുമോ? മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും? ഇങ്ങനെയുള്ള 100 കൂട്ടം ചോദ്യങ്ങളിൽ നമ്മൾ നമ്മളെ തളച്ചിടും. നിശബ്ദമായി എല്ലാം സഹിക്കുന്നത് കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്നാണ് നമ്മുടെ വിശ്വാസം. നിങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളോട് നോ പറയാൻ ശീലിക്കുക. ഒരിക്കൽ നിങ്ങൾ ഈ ഭയത്തെ മറികടന്നാൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ തിരിച്ചു കിട്ടും. നിങ്ങളെ ബഹുമാനിക്കാത്ത ഒരാളെ ഭയന്ന് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് സ്വന്തം വ്യക്തിത്വത്തോടെ തലയുയർത്തിപ്പിടിച്ച് നിൽക്കുന്നതാണ്. സ്നേഹമുള്ള ബന്ധത്തിൽ എന്തിനാണ് അതിർവരമ്പുകൾ എന്ന് ചിലരെങ്കിലും ചോദിക്കും. വേലിയില്ലാത്ത പൂന്തോട്ടം പെട്ടെന്ന് നശിച്ചു പോകുന്നത് പോലെ അതിർവരമ്പുകളില്ലാത്ത ബന്ധത്തിൽ ഒരാൾക്ക് മറ്റൊരാളെ മാനസികമായി തളർത്താൻ കഴിയും. ഇതുവരെ ഞാൻ സഹിക്കും, ഇതിനപ്പുറം എനിക്ക് പറ്റില്ല എന്ന് വ്യക്തമായി പറയാൻ നമ്മൾ പഠിക്കണം. നോ പറയേണ്ടിടത്ത് ഉറപ്പോടെ നോ എന്ന് പറയാൻ ശീലിക്കുക. എന്തു വന്നാലും ഞാൻ സഹിക്കും എന്ന ഭാവം നിങ്ങൾ കാണിക്കുമ്പോൾ അവർക്ക് നിങ്ങളെ ഭരിക്കാൻ എളുപ്പമാകും. പക്ഷേ നിങ്ങൾ കൃത്യമായി അതിർവരമ്പുകൾ വരയ്ക്കുമ്പോൾ, എടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ
പങ്കാളിക്ക് ബോധ്യമാകും നിങ്ങളെ ഭരിക്കാൻ കഴിയില്ല എന്ന്. ആ തിരിച്ചറിവ് നിങ്ങളെ ആ ബന്ധത്തിൽ തുല്യ അവകാശിയാക്കി മാറ്റും. നിങ്ങൾ അനുവദിക്കുന്നിടത്തോളം കാലം മാത്രമേ മറ്റൊരാൾക്ക് നിങ്ങളെ നിയന്ത്രിക്കാൻ കഴിയൂ. ഒരു പെണ്ണിൻ്റെ ഏറ്റവും വലിയ കരുത്തും ആത്മാഭിമാനവും അവളുടെ കയ്യിലുള്ള സ്വന്തം വരുമാനമാണ്. അതെത്ര ചെറുതാണെങ്കിലും ശരി, സ്വന്തം ആവശ്യത്തിനു വേണ്ടി മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടേണ്ടി വരാത്ത അവസ്ഥ, അത് അവൾക്ക് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. നിനക്ക് ചിലവിന് തരുന്നത് ഞാനാണ്. ആ അഹങ്കാരത്തിലാണ് പല പുരുഷന്മാരും അധികാരം പ്രയോഗിക്കുന്നത്. ആ ഒരു വാക്കിനു മുന്നിൽ തല കുനിക്കാതെ നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായൊരു വരുമാനം ഉണ്ടായേ മതിയാവൂ. സാമ്പത്തികമായി നിങ്ങൾ മറ്റൊരാളെ ആശ്രയിക്കുന്നത് കുറയുമ്പോൾ അവർക്ക് നിങ്ങളെ നിയന്ത്രിക്കാനുള്ള അധികാരം പതിയെ ഇല്ലാതാവും. സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുന്നത് ആഡംബരമല്ല, അന്തസ്സോടെ ജീവിക്കാൻ വേണ്ടിയാണ്. ഈ തടവറയിൽ നിങ്ങളെ തളച്ചിട്ടിരിക്കുന്നത് നിങ്ങളുടെ ചിന്തകളാണ്. ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ എനിക്ക് കഴിയില്ല. എൻ്റെ മുന്നിൽ വേറെ വഴിയില്ല. മറ്റൊരാളുടെ സഹായമില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നിങ്ങനെയുള്ള ചിന്തകളാണ് ആ തടവറവാതിലിലെ ഏറ്റവും വലിയ പൂട്ടുകൾ. ആ ചിന്തകൾ വലിച്ചെറിയുന്ന നിമിഷം ആ തടവറയുടെ വാതിലുകൾ നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടും. അതിനുള്ള താക്കോൽ നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്. അതാണ് നിങ്ങളുടെ ആത്മവിശ്വാസം. മറ്റൊരാളുടെ താല്പര്യങ്ങൾക്കായി നിങ്ങളുടെ ആഗ്രഹങ്ങളെ കുഴിച്ചുമൂടി ജീവിക്കുന്നതിനെ ജീവിതമെന്ന് വിളിക്കാൻ കഴിയില്ല. മറ്റൊരാളാൽ നിയന്ത്രിക്കപ്പെടാൻ നിങ്ങളൊരു വസ്തുവല്ല, ചിന്തയും സ്വപ്നങ്ങളും ഉള്ള ഒരു സ്വതന്ത്ര വ്യക്തിയാണ്. മറ്റൊരാൾ നൽകുന്ന അംഗീകാരത്തിന് കാത്തു നിൽക്കാതെ സ്വന്തം ആത്മാഭിമാനവും അന്തസ്സും മുറുകെ പിടിച്ച് തലയുയർത്തി അന്തസ്സോടെ മുന്നോട്ട് നടക്കാൻ ശീലിക്കുക.